നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വമ്പൻ ജയം നേടിയെടുത്തിരുന്നു. ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച 133 റൺസ് എന്ന വിജയലക്ഷ്യം 43 പന്തും 7 വിക്കറ്റും ബാക്കി നിർത്തി ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചു. മത്സരത്തിൽ സഞ്ജു സാംസൺ ഗംഭീരമായി തുടങ്ങിയെങ്കിലും വലിയ സ്കോറിലേക്ക് ഉയരാൻ സാധിക്കാതെ പോവുകയും ചെയ്തു. ഒരു ഓവറിൽ 22 റൺസ് എടുക്കാൻ സഞ്ജുവിന് സാധിച്ചു. എന്നാൽ ആകെ 26 റൺസാണ് സഞ്ജു മത്സരത്തിൽ നേടിയത്. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജു കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി കടുത്ത ഭിന്നതയിലാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന്റെ ശക്തമായ പ്രകടനം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ മികച്ച തുടക്കത്തെ വലിയ സ്കോറാക്കി മാറ്റുന്നതിൽ സഞ്ജു പരാജയപ്പെടുകയായിരുന്നു. രണ്ടാം T20യിലൂടെ സഞ്ജു ഗംഭീരമായി തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ഏറെയാണ്. എന്നാൽ ചെന്നൈയിലെ ചെപ്പോക്കിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ സഞ്ജു സാംസന്റെ ഗംഭീര പ്രകടനം പ്രതീക്ഷിക്കാൻ ആകില്ല. ഇതിന് ചില കാരണങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സഞ്ജു സാംസന്റെ ചെന്നൈയിലുള്ള റെക്കോർഡ് വളരെ മോശമാണെന്ന് തന്നെ പറയാം. സ്പിൻ സൗഹൃദ പിച്ചാണ് ചെപ്പോക്കിലുള്ളത്. സഞ്ജു സ്പിന്നിന് നന്നായി കളിക്കുന്ന താരമാണെന്ന് പറയുമ്പോഴും വലിയൊരു പ്രകടനം ചെന്നൈയിൽ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ആകെ 5 മത്സരങ്ങളാണ് സഞ്ജു T20യിൽ ചെപ്പോക്കിൽ കളിച്ചിട്ടുള്ളത്. നേടിയത് വെറും 59 റൺസ്. 11.8 ആണ് ശരാശരി. സ്ട്രൈക്ക് റേറ്റ് 100 മാത്രവും. 26 റൺസാണ് ഉയർന്ന സ്കോർ. 3 4ഉം 2 6ഉം ആണ് ആകെ പറത്തിയിട്ടുള്ളത്. സഞ്ജുവിന്റെ ഈ കണക്കുകൾ പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല. ഓപ്പണറായാണ് സഞ്ജു കളിക്കുന്നതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല സഞ്ജു ക്ഷമയോടെ അച്ചടക്കത്തോടെ കളിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല. പിച്ചിൽ നല്ല സ്വിംഗും ന്യൂ ബോളിൽ ലഭിക്കുന്നതാണ്. തുടക്കത്തിലെ സ്പിന്നർമാരെ ഉപയോഗിച്ചാൽ സഞ്ജു പതറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ മഹീഷ്ണ തീക്ഷ്ണയെ ന്യൂ ബോളിൽ ഉപയോഗിച്ചപ്പോൾ സഞ്ജു ക്ലീൻ ബൗൾഡായാണ് പുറത്തായത്. എന്തായാലും ചെന്നൈയിൽ സഞ്ജുവിൽ നിന്ന് അത്ഭുത പ്രകടനങ്ങളൊന്നും പ്രതീക്ഷിക്കാനാകില്ല. ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം T20യിൽ സഞ്ജു സാംസൺ സൂപ്പർ പേസർമാർക്ക് മുന്നിൽ പതറിയിരുന്നു. ക്രിസ് ആറ്റ്കിൻസന്റെ ഒരു ഓവറിൽ സഞ്ജു 22 റൺസ് അടിച്ചിരുന്നു. എന്നാൽ ജോഫ്ര ആർച്ചറേയും മാർക്ക് വുഡിനെയും നേരിട്ട വെറും 4 റൺസാണ് നേടാൻ പറ്റിയത് സഞ്ജുവിന്. ഇവർക്കെതിരെ സഞ്ജുവിന് താളം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ചെപ്പോക്കിലെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമായി മാറാനും സാധ്യത ഏറെയാണ്. ചെപ്പോക്കിൽ ആദ്യ ഓവറുകളിൽ നല്ല സ്വിംഗ് ഉണ്ടാകും. മാർക്ക് വുഡും ആർച്ചറും നല്ല വേഗതയിൽ മികച്ച ലൈനും ലെങ്തും കാത്ത് പന്തിറങ്ങിയപ്പോൾ സഞ്ജുവിന്റെ കാര്യങ്ങൾ പ്രയാസമാകുമെന്ന് പറയാം. ഇംഗ്ലണ്ടിന്റെ ശക്തമായ ബോളിംഗ് നിര ന്യൂ ബോളിൽ സഞ്ജുവിന് വെല്ലുവിളിയാണെന്ന് തന്നെ പറയാം. ഇതിനെ മറികടന്ന് വലിയ സ്കോറിലേക്ക് ഉയരാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇതിനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ മിന്നും പ്രകടനത്തിന് കരുത്തേക്കുന്നത് സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയാണ്. രണ്ടുപേരും കടന്നാക്രമിച്ച് കളിക്കുന്ന താരങ്ങളാണ്. ഇരുവരും പവർ പ്ലേയിൽ നൽകുന്ന മികച്ച തുടക്കം ആണ് ഇന്ത്യക്ക് നൽകുന്നത്. രണ്ടാം T20യിലും ഇവരുടെ മികച്ച തുടക്കം ഇന്ത്യക്ക് വളരെ നിർണായകമാകുമെന്ന ഉറപ്പാണ്. ഓപ്പണിംഗിൽ ഇന്ത്യക്ക് പിഴച്ചാൽ ടീമിന്റെ പ്രകടനത്തെ ആകെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. സഞ്ജുവിന് വരുന്ന മത്സരങ്ങളിൽ തിളങ്ങേണ്ടത് അഭിമാന പ്രശ്നമാണെന്ന് തന്നെ പറയാം.